ലൂസി എന്തിയേ? ലൂസി അവിടെ പോയി ലൂസി വിളിച്ചോണ്ട് രണ്ടുപേരുടെ എല്ലാം കളിക്കാൻ പോയത്. കാക്കയും വന്നു. എല്ലാവരും ഹാജരായി 6:30 എന്നാടി നമുക്ക് പേടിയാ. അവൾക്ക് മനപ്രയാസമാണ്. മറ്റവള് പോയ പിന്നെ അവളങ്ങനെ അടുത്തൊന്നുമില്ല, ആഹാരവും കഴിക്കുന്നില്ല. അവൾക്ക് ഭയങ്കര മനപ്രയാസമാണ്. എവിടെ പോയതാ രണ്ടുപേരുടെ 6:30 വന്ന് എന്നെ ഇവള് വന്ന് വാതിലെ കൊട്ടി വിളിക്കും ഞാൻ എണീറ്റില്ലെങ്കിൽ. മറ്റവളെ പൂട്ടിയിട്ടേക്കും. 6:30 ഞാൻ അഴിച്ചു വിടും. ഒരു അരമണിക്കൂർ അവർ കളിക്കാൻ പോകുന്നതാണ്. അന്ന് പോയിട്ട് ഇവള് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. മറ്റവളൊക്കെ എന്നാ പറ്റിയോ ആർക്കറിയാം. എവിടെ പോയതാണോ വഴി തെറ്റി. അവളിങ്ങനെ വരും, 2 ദിവസം കഴിയുമ്പോൾ വരും. ഇവളും പോയതായിരുന്നു അങ്ങനെ. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവളും ഒന്ന് വിളിച്ചോടി പോയതാണ്. പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ കരഞ്ഞ് കൂവിഞ്ഞ് വന്നു, പട്ടിണി കിടന്നപ്പോൾ. അതുപോലെ അവളും വരും. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒന്ന് ഓടിപ്പോയതാണ്. പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് കാടും പടപ്പും ഒക്കെ പറിച്ച് കെട്ടി വന്ന് ഓടി കരഞ്ഞുണ്ട്. ഇതുപോലെ വരും. ഇച്ചിരി ദൂരെ എങ്ങാണ്ട ഇവർ പോയത്. അതാ പറ്റിയത്. ചോറൊന്നും തിന്നുന്നില്ല 2 ദിവസമായിട്ട് ഭയങ്കര മനപ്രയാസം അവൾക്ക്. എന്നാ പറ്റിയെന്ന് ആർക്കറിയാം. ദുഃഖിച്ച് കിടക്കുക. മറ്റവിടെ കൂടിനടുക്ക പോവും. കൂടിനടുക്ക പോയി നോക്കിയിട്ട് അവിടെ ഭാഷയിൽ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഓ എന്നൊക്കെ പറയുന്നുണ്ട്. യൂസ് എന്തിയേ? രണ്ടുപേരോടെല്ലാം കളിക്കാൻ പോയത്. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലേ അവളെ കൊണ്ടുവരണമെന്ന്? വാലാട്ടി കാണിച്ചാൽ മതിയോ? ഉത്തരവാദിത്വം വേണ്ടേ? രണ്ടുപേരുടെ ഒരു വഴിക്ക് പോയാൽ ഒരാളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇവളും അങ്ങനെ ഒന്ന് ഓടിപ്പോയോളാം. ഇവള് വൈക്കിൻ്റെ മുന്നേ പോയി ചാടി അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൈയൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ 1 മാസം ശുശ്രൂഷിച്ച കൈ ശരിയായത്. എന്താ ചെയ്യുമെന്ന് പറ. രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തില്ലെങ്കിൽ വാതിലിട്ട് വന്ന് ഇരിക്കും. ഇരിച്ചെന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. എന്തുവാ ഒന്ന് കുളിക്കണ്ടായോ? അവിടെ അങ്ങ് ഇരുന്നോ? ജ്യൂസി വിളിച്ചോണ്ട് വന്നേ പോയി. എന്തിയാ നമ്മുടെ ജ്യൂസി? എവിടെ പോയി? എവിടെയാ രണ്ടുപേരുടെ കളിക്കാൻ പോയി? അവിടെ പോയി വിളിച്ചോണ്ട് വന്നു കേട്ടോ. വിളിച്ചോണ്ട് വരണം കേട്ടോ. പിന്നെ ഇല്ല, തിന്നതേ ഒരു കൂട് തീർന്നു. മതി. ഇനി കടുങ്കാപ്പിയും കൂടെ കൊടുത്താലോ? വേണോ? കടുങ്കാപ്പി വേണോ? എന്നാ ഇപ്പൊ കൂടിനകത്തുണ്ടോ നോക്കാൻ വരും. എടുത്തോ. നാണോ അത്രയ്ക്ക് എല്ലാത്തില്ല കുന്തളിപ്പോ. ഞാൻ ചാടി ഓടി പോയപ്പോ പറഞ്ഞു അങ്ങനെ ചാടരുത് പോകരുതെന്ന്. എന്തോ ഓട്ടം പറഞ്ഞു രണ്ടുപേരുടെ. ചാടി മറിഞ്ഞ് കൃഷികളൊക്കെ നശിപ്പിച്ച് അഴിച്ചു വിടാൻ പറ്റത്തില്ല മറ്റവളെ. അവൾക്കങ്ങ് ഭയങ്കര കുന്തളിപ്പാണ്. ഇവളൊക്കെ എത്രയില്ല. ഇവള് ഇച്ചിരൂടെ മുതിർന്നത് കൊണ്ട് ഇവൾക്ക് ശകല ചാട്ടം കുറവാണ്. മറ്റേ ഇവള് ഭയങ്കര ചാട്ടം, കല്ല് തിന്നുക ഒക്കെ ആയിരുന്നു ഇവൾക്ക് ജോലി. അതൊക്കെ അങ്ങ് മാറി. ഞാൻ നല്ല ശ്രദ്ധയാണ്, നല്ല വീട് കാവലാണ്. എങ്ങോട്ട് നമ്മൾ പോയാലും ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയിച്ച് വരുമ്പോൾ ആ മേളി വഴി കാത്ത് നിൽക്കും. ഞാൻ വരുന്നതും കാത്ത്. വാ ബിസ്ക്കറ്റ് തിന്നോ? പാടി. ഭയങ്കര നോട്ടമാണ്, ശ്രദ്ധ. വണ്ടിയുടെ ശബ്ദമൊക്കെ അറിയാം. എൻ്റെ വണ്ടിയുടെ ശബ്ദമൊക്കെ അറിയാം. അപ്പോൾ ചെവി രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ശ്രദ്ധിച്ച് നിൽക്കും. അവിടെ ഭയങ്കര ശ്രദ്ധക്കാരിയാണ്. വാ ബിസ്ക്കറ്റ് തീർന്നു തന്നെ നോക്കുന്നത്. അതുണ്ട് വാ. നമുക്കറിയാം ചുമ്മാ തീർന്നു.